നമസ്കാരം. മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ കോൺഗ്രസിന് കനത്ത പ്രഹരം. സൂക്ഷ്മ പരിശോധനാ ഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ക്രിമിനൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന BJPയുടെ ഔദ്യോഗിക പരാതി കണക്കിലെടുത്താണ് നടപടി. പത്രിക തള്ളിയതോടെ മധ്യപ്രദേശിൽ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിലും ഭരണകക്ഷിയായ BJPക്ക് എതിരില്ലാതെ വിജയസാധ്യത തെളിഞ്ഞു. ഇതോടെ രാജ്യതലസ്ഥാനത്തടക്കം കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തെലങ്കാനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ മീനാക്ഷി നടരാജൻ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്രിമിനൽ കേസിന്റെ വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്ന് കാട്ടി BJPയുടെ 3ാമത്തെ രാജ്യസഭാ സ്ഥാനാർത്ഥി മഹേഷ് കെവാഡാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത്. സ്ഥാനാർത്ഥികൾ പത്രിക നൽകുമ്പോൾ സമർപ്പിക്കേണ്ട നിർബന്ധിത രേഖയായ സത്യവാങ്മൂലത്തിൽ ഇത് രേഖപ്പെടുത്താത്തത് ചട്ടലംഘനമാണെന്ന് BJP ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ നീക്കത്തെ ഏകപക്ഷീയ നടപടിയെന്ന് വിശേഷിപ്പിച്ച് കോൺഗ്രസ് ശക്തമായി രംഗത്തെത്തി. മീനാക്ഷി നടരാജന്റെ പേരിൽ നിലവിൽ ക്രിമിനൽ കേസുകളൊന്നുമില്ലെന്നും അവരെ വ്യക്തിഹത്യ നടത്താനാണ് BJP ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും മധ്യപ്രദേശിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഹരീഷ് ചൗധരിയും പ്രതിപക്ഷ നേതാവ് ഉമംഗ് സിംഗറും പറഞ്ഞു. തെലങ്കാനയിലെ ഒരു കോടതിയിൽ നിന്ന് മീനാക്ഷിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഔദ്യോഗികമായി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെങ്കിൽ മാത്രമാണ് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തേണ്ടത്. അല്ലാതെ സാധാരണ കോടതി നോട്ടീസുകൾ രേഖപ്പെടുത്തേണ്ടതില്ലെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വാദിച്ചു. BJPയുടെ ഈ രാഷ്ട്രീയ വേട്ടയാടലിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മധ്യപ്രദേശിൽ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 229 അംഗങ്ങളുള്ള മധ്യപ്രദേശ് നിയമസഭയിൽ BJPക്ക് 164 MLA-മാരും കോൺഗ്രസിന് 64 MLA-മാരും ഭാരതീയ ആദിവാസി പാർട്ടിക്ക് 1 അംഗവുമാണുള്ളത്. ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 58 വോട്ടുകളാണ് വേണ്ടത്. അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ BJPക്ക് തങ്ങളുടെ ആദ്യ 2 സ്ഥാനാർത്ഥികളായ മുതിർന്ന നേതാക്കൾ തരുൺ ചുഗിനെയും രജനീഷ് അഗ്രവാളിനെയും സുഗമമായി ജയിപ്പിക്കാമായിരുന്നു. എന്നാൽ കോൺഗ്രസിന് 61 വോട്ടുകൾ ഉള്ളതിനാൽ അവരുടെ ഏക സ്ഥാനാർത്ഥിയായ മീനാക്ഷി നടരാജന്റെ വിജയവും ഉറപ്പായിരുന്നു. എന്നാൽ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മഹേഷ് കവാഡിനെ 3ാമത്തെ സ്ഥാനാർത്ഥിയായി BJP അപ്രതീക്ഷിതമായി രംഗത്തിറക്കിയായിരുന്നു. BJPക്ക് 3ാം സീറ്റിലേക്ക് ജയിക്കാൻ 10 വോട്ടുകൾ കൂടി തികയാതിരുന്നിട്ടും സ്ഥാനാർത്ഥിയെ നിർത്തിയത് കുതിരക്കച്ചവടത്തിനാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ക്രോസ് വോട്ടിംഗ് തടയുന്നതിനായി തങ്ങളുടെ MLA-മാരെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ റിസോർട്ടിലേക്ക് പാർട്ടി നേരത്തെ മാറ്റിയിരുന്നു. ഇതിനിടയിലാണ് പത്രിക തള്ളിയുള്ള അപ്രതീക്ഷിത തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ആവശ്യത്തിന് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ജനാധിപത്യത്തെ ചവിട്ടിമെതിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് മീനാക്ഷി നടരാജൻ പ്രതികരിച്ചു. പത്രിക തള്ളിയ നടപടിക്ക് പിന്നാലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ട് പരാതി നൽകാൻ ഡൽഹിയിലെത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് തടഞ്ഞത് വലിയ നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സച്ചിൻ പൈലറ്റ്, ജയറാം രമേശ് തുടങ്ങിയ മുതിർന്ന നേതാക്കളടങ്ങുന്ന സംഘമാണ് കമ്മീഷൻ ഓഫീസിലെത്തിയത്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ ഗേറ്റിൽ തടയുകയും ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. പ്രതിഷേധിച്ച നേതാക്കളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിന്നും പോലീസ് വിലക്കി. തുടർന്ന് DCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹം സ്ഥലത്തെത്തി മാധ്യമപ്രവർത്തകരെ നിർബന്ധപൂർവ്വം മാറ്റി. നേതാക്കൾ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ കസ്റ്റഡിയിലെടുക്കുമെന്ന് മുന്നറിയിപ്പും പോലീസ് നൽകി. എന്തുകൊണ്ടാണ് തങ്ങളെ കടത്തിവിടാത്തതെന്ന് KC വേണുഗോപാൽ പോലീസിനോട് ശക്തമായി തർക്കിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗികമായി പരാതി കൈമാറിയ ശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ മടങ്ങിയത്.